എന്റെ പിറകെ ഈ തകർന്നു കിടക്കുന്ന ബസ് സ്റ്റോപ്പ് തകർന്നിട്ട് 2 ആഴ്ചയായി. അമിത വേഗതയും അശ്രദ്ധ മൂലവും ഒരു ലേഡി ഓട്ടിച്ച താറ് ഈ വെയിറ്റിംഗ് ഷെഡിനെ ഇടിച്ച് തെറിപ്പിച്ച് ഒരു മനുഷ്യനെ ഇടിച്ച് കൊല്ലുകയും ചെയ്ത് എന്നിട്ട് അതേ വാഹനം അടുത്തുള്ള കടയിൽ ഇടിച്ചാണ് പിന്നെ നിന്നത്. ഇത്രയും വലിയ അപകടം നടന്നിട്ട് 2 ആഴ്ചയായി. ഈ റോഡിലോട്ട് ചരിഞ്ഞു കിടക്കുന്ന ഈ ബസ് സ്റ്റോപ്പ് ഒന്ന് മാറ്റിയിടാൻ പോലും ഇവിടെ ഒരു സാറന്മാരും ഇല്ല. ഇപ്പോഴത്തെ കാറ്റിലും മഴയിലും ഈ ഷെഡെങ്ങാനം വീണ്ടും ചരിഞ്ഞു വീണ് വല്ലവരും വാഹനം ഓട്ടിച്ചോണ്ട് വരുമ്പോൾ അവരെ മണ്ടേ കൂടെ വീണ് അവരുടെ ജീവനും കൂടെ പോയാലേ സാറുമാര് കണ്ണുറക്കോളാം. ഇതേ ബസ് സ്റ്റോപ്പ് ഒരു 7-8 തവണ ഇതിനു മുന്നേയും ഇടിച്ച് തകർക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോഴും നമ്മളെ സാറന്മാർ ചെയ്യുന്ന പണി എന്ന് പറയുന്നത് അതിനെ വീണ്ടും നിവർത്തി വെച്ച് വെൽഡ് ചെയ്ത് ഒതുക്കി അങ്ങ് വെക്കും. ആളുകൾ വീണ്ടും ഇതേ ബസ് സ്റ്റോപ്പിൽ വന്ന് ഇരിക്കുകയും ചെയ്യും, വീണ്ടും അപകടം ഉണ്ടാവുകയും ചെയ്യും, വീണ്ടും ആളുകളുടെ ജീവൻ ഇവിടെ നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പൊ നമ്മുടെ അധികാരികൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ ഒരു അപകട മേഖലയായിട്ട് പ്രഖ്യാപിച്ച് ഒരു സൈൻ ബോർഡും കൊടുത്ത് ഈ വളവിന് മുമ്പായിട്ട് ഒരു സ്പീഡ് ബ്രേക്കറും വെച്ച് ഈ ബസ് സ്റ്റോപ്പിന്റെ പൊസിഷനും മാറ്റുകയല്ലേ വേണ്ടത്. ഇതൊന്നും ഇവിടെ ഒരു അധികാരികളോ സാറുമാരോ ശ്രദ്ധിക്കൂല. കാരണം അവർക്കൊക്കെ ഇതിനൊന്നും നേരെ ഇല്ലല്ലോ. ജനങ്ങളുടെ ജീവൻ പോയാൽ അവരുടെ ഫാമിലിക്ക് പോയി, അത്രേ ഉള്ളൂ. ചേട്ടാ, ഈ ബസ് സ്റ്റോപ്പ് ചേട്ടന്റെ അറിവിൽ എത്ര പ്രാവശ്യം ഇത് തകർന്നു വീണിട്ടുണ്ട്? 4 പ്രാവശ്യമെങ്കിലും തകർന്നതാണ് എൻ്റെ ഒരു അറിവ്. ഞാൻ കണ്ടിട്ടുള്ളത്. ഏകദേശം എത്ര പേര് മരിച്ചിട്ടുണ്ടാവും? 4 പേരെങ്കിലും മരിച്ചിട്ടുണ്ട്, അതിലധികം അപകടവും പറ്റിയിട്ടുണ്ടാവും. ഇതിന് മറിഞ്ഞു വീണെങ്കിൽ അടുത്ത ആളുടെ ജീവൻ പോകും. ഇവിടുത്തെ പോലീസുകാരടുത്ത് പറഞ്ഞു, എന്നിട്ട് ഒരു ഉപയോഗമില്ല.